സിനിമ തുടങ്ങുമ്പോൾ കുറച്ച് കോളേജ് കുട്ടികൾ പാരീസിലേക്കുള്ള ഒരു ട്രിപ്പിന് തയ്യാറെടുക്കുകയാണ്. അതിലൊരാളായ അലക്സിന് എയർപോർട്ടിൽ വെച്ച് എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നുന്നു. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ അയാൾക്ക് തോന്നുന്നു. ശേഷം കൗണ്ടറിലെ ജോലിക്കാരി അലക്സിനോട് പറയുന്നു, നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന സമയവും നിങ്ങളുടെ ബർത്ത് ഡേറ്റും ഒരേ പോലെയാണ്. അതായത് ഫ്ലൈറ്റ് പുറപ്പെടുന്നത് 9:25 അലക്സിന്റെ ജനന ദിവസം സെപ്റ്റംബർ 25 ആണ്. അതായത് 9:25. അങ്ങനെ അലക്സും കൂട്ടരും പ്ലെയിനിലേക്ക് കയറുന്നു. അവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമ്മുടെ അലക്സിന് തോന്നുന്നു. ഫ്ലൈറ്റിൽ ഒരു സോങ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാട്ടുകാരൻ മരിച്ചത് ഒരു പ്ലെയിൻ ക്രാഷിലായിരുന്നു. അങ്ങനെ ഒരുപാട് ദുസൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും അലക്സ് അതൊന്നും കാര്യമാക്കാതെ തന്റെ യാത്ര തുടരാൻ തന്റെ സീറ്റിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ 2 പെൺകുട്ടികൾ വന്നിട്ട് അവനോട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് അവൻ എഴുന്നേറ്റ് അവന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയിരിക്കുന്നു. അവിടെ ആവട്ടെ ആ സീറ്റിൽ തൊട്ട് മുന്നിലുള്ള ഒരു നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം ഉണ്ടാവുമല്ലോ ഫ്ലൈറ്റിലും ട്രെയിനിലും ഒക്കെ ആയാൽ. അപ്പോൾ അതിന്റെ സ്ക്രൂ ഇളകി വീണിരിക്കുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഒരുപാട് ദുസൂചനയായപ്പോൾ അവൻ എന്തോ ഒരു പന്തികേട് തോന്നുന്നു. അവൻ ഏതായാലും ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതിന് ശ്രമിക്കുന്നതിനിടയിലാണ് അവൻ മനസ്സിലാക്കിയത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെ വിമാനം പറന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് വിമാനത്തിന്റെ ഒരു പാളി അടർന്നു പോകുന്നത്. അതിലൂടെ ഒരുപാട് യാത്രക്കാർ താഴേക്ക് വീണ് മരിക്കുന്നു. കൂടാതെ ആ വിമാനത്തിന് തീപിടിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് അലക്സ് ഞെട്ടിയുണരുന്നു. താനൊരു സ്വപ്നം കണ്ടതാണെന്ന് അപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത്. ആകെ പേടിച്ചുപോയ അലക്സിന്റെ അടുത്തേക്ക് നേരത്തെ സ്വപ്നത്തിൽ കണ്ടതുപോലെ 2 പെൺകുട്ടികൾ സീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് വരുന്നു. ഉടൻ തന്നെ അവൻ അവന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയിരിക്കുന്നു. അവിടെ ആ സ്ക്രൂ ഇളകിയിരിക്കുന്നതായിട്ടും അവന് മനസ്സിലാവുന്നു. അലക്സ് വളരെയധികം പേടിച്ചുപോയി. അവൻ എത്രയും പെട്ടെന്ന് ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ബഹളം വെച്ചു. അത് കണ്ടിട്ട് നമ്മുടെ അലക്സിന്റെ ഫ്രണ്ട് ഒരാളുണ്ട്, കാർട്ടർ. അവൻ ആകെ ദേഷ്യം പിടിക്കുന്നു. അവൻ വന്നിട്ട് അലക്സിനിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കുന്നു. അപ്പോഴേക്കും അവിടെ ആകെ ബഹളവും ഒക്കെ ആയി. സെക്യൂരിറ്റീസ് വന്നിട്ട് 2 പേരെയും പിടിച്ച് പുറത്തേക്കാക്കി. ഈ സംഭവത്തിന്റെ പിന്നാലെ ഇവരുടെ ഫ്രണ്ട്സും ആ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ അവർ ചോദിക്കുന്നു, എന്താണ് പ്രശ്നം, എന്താണ് നീ ഇത്ര ഇങ്ങനെ പ്രാന്ത് കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അലക്സ് പറഞ്ഞു, അയ്യോ ഈ ഫ്ലൈറ്റ് ഇപ്പോൾ പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് വാശി പിടിച്ചത്. ഇത് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ കാർട്ടറിന് വീണ്ടും ദേഷ്യം പിടിച്ചു. അവൻ വീണ്ടും അലക്സിനെ തല്ലാൻ വേണ്ടിയിട്ടൊക്കെ പോയപ്പോൾ 2 പേരും തമ്മിൽ വീണ്ടും അടിയും പിടിയും ഒച്ചപ്പാടും ബഹളമൊക്കെ ആകുന്നു. അതിനിടയിലാണ് അലക്സ് പറഞ്ഞതുപോലെ തന്നെ ആ ഫ്ലൈറ്റ് പൊട്ടിത്തെറിച്ചത്. ഇത് കണ്ടതോടെ അലക്സിന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഭയങ്കര പേടി. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് പറിച്ച് നോക്കുന്നു. അവർക്കെല്ലാവർക്കും ഇപ്പോൾ അലക്സിനോട് എന്തോ പേടിയുള്ളതുപോലെ. കാരണം അവൻ ഇത് ഓൾറെഡി പ്രവചിച്ചല്ലോ. ഇനി അവനെങ്ങാനാണോ ഇതിന്റെ പിന്നിൽ എന്നുള്ളൊരു സംശയവും ആ കൂട്ടുകാർക്കെല്ലാം ഉണ്ട്. ആ പൊട്ടിത്തെറിച്ച ഫ്ലൈറ്റിൽ അലക്സിന്റെ ഫ്രണ്ട് ഒരാൾ ടോഡ്, അവന്റെ സഹോദരൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പൊട്ടിത്തെറിയൊക്കെ നടന്നു. അപ്പോൾ ഡിറ്റക്റ്റീവ്സ് ഒക്കെ കാര്യം അന്വേഷിച്ചുകൊണ്ട് അലക്സിനെയും ഫ്രണ്ട്സിനെയും കാണാൻ വരുന്നു. അങ്ങനെ ആ ഡിറ്റക്റ്റീവ്സിന് അലക്സിന് മുകളിൽ ഒരു സംശയം തോന്നുന്നു. കാരണം അവനിത് ഓൾറെഡി പ്രവചിച്ചല്ലോ പൊട്ടിത്തെറിക്കുമെന്ന്. അപ്പോൾ ഇവനാണോ ഇതിന് പിന്നിൽ എന്നുള്ളൊരു സംശയം ആ ഡിറ്റക്റ്റീവ്സിന് ഉണ്ടാവുന്നു. പക്ഷേ അതിനൊരു തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അലക്സിനെ അറസ്റ്റ് ചെയ്യാതെ അവർ പോകുന്നു. അങ്ങനെ ഈ സംഭവത്തിന് 39 ദിവസങ്ങൾക്ക് ശേഷം മരിച്ച ആൾക്കാരുടെ ബന്ധുക്കൾ എല്ലാവരും കൂടി ഒത്തുകൂടുന്നു. 39 ദിവസമാവാൻ കാരണം ആ പ്ലെയിൻ ക്രാഷിൽ മരണപ്പെട്ടത് 39 പേരായിരുന്നു. അവരിൽ നേരത്തെ പറഞ്ഞില്ലേ ടെഡിന്റെ ബ്രദർ, അദ്ദേഹത്തിന്റെ അച്ഛനും ആ ചടങ്ങിലുണ്ടായിരുന്നു. അയാൾ അലക്സിനെ ദേഷ്യത്തോടെ നോക്കുകയും തന്റെ മകന്റെ മരണത്തിന് ഉത്തരവാദി അലക്സ് ആണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അയാളെ കൂടാതെ ഫ്ലൈറ്റ് ക്രാഷിൽ നിന്നും സർവൈവ് ചെയ്ത ഒരു ടീച്ചറും അലക്സിനോട് മര്യാദയായിട്ട് തന്നെ പെരുമാറുന്നു. അവനോട് സംസാരിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല. എന്നാൽ ക്ലെയർ എന്നു പേരുള്ള ഒരു പെൺകുട്ടി അലക്സിനോട് സംസാരിക്കാൻ തയ്യാറാവുന്നു. അവൾ അലക്സിനെ കണ്ടതിന് ശേഷം പറയുന്നു, നിങ്ങൾ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. എനിക്കറിയാം നിങ്ങൾ ഞങ്ങളെയെല്ലാം രക്ഷിക്കാനാണ് ശ്രമിച്ചത്, അല്ലാതെ കൊല്ലാനല്ല. ഈ വാക്കുകൾ കേട്ടപ്പോൾ അലക്സിന് വല്ലാതെ സന്തോഷമാവുന്നു. അങ്ങനെ ആ ദിവസത്തിന് ശേഷം അലക്സ് വീട്ടിലേക്ക് വരുന്നു. അവിടെ വെച്ച് അവൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു മൂങ്ങ പറന്ന് അവന്റെ ജനലിനരികിൽ വന്നിരിക്കുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പർ ചുരുട്ടി അതിന്റെ നേരെ വലിച്ചെറിയുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ പേപ്പർ ചെന്ന് ഇടിക്കുന്നത് കറങ്ങുന്ന ഫാനിലാണ്. ആ പേപ്പർ കഷ്ണങ്ങൾ ചിന്നി ചിതറി തെറിക്കുന്നു. അതിലൊരു പീസ് വന്ന് വീഴുന്നത് നമ്മുടെ അലക്സിന്റെ ശരീരത്തിലാണ്. അവൻ അതെടുത്ത് വായിച്ചു നോക്കുന്നു. പക്ഷെ അതിൽ എന്തോ എഴുതിയിരുന്നു. പക്ഷെ അത് കട്ടായിട്ട് കാണുന്നത് ടോഡ് എന്ന ഭാഗമാണ്. അതായത് തന്റെ ഫ്രണ്ടിന്റെ പേര്. ഒരുപക്ഷെ ഇനി മരിക്കാൻ പോകുന്നത് ടോഡാണോ എന്നുള്ള ഒരു സംശയം അലക്സിന് ഉണ്ടാവുന്നു. ഈ സമയം നമ്മുടെ ടോഡ് ബാത്റൂമിലാണ്. അവൻ അവിടെ വെച്ച് എന്തോ ചെയ്യുന്നതിനിടയിൽ നിർഭാഗ്യവശാൽ വെള്ളത്തിൽ ചവിട്ടി കാല് വഴുതി താഴേക്ക് വീഴുന്നു. അതിനിടയിൽ എന്തോ ഒരു സ്ട്രിങ് അവന്റെ കഴുത്തിലായി കുടുങ്ങി വരിഞ്ഞു മുറുകുന്നു. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് സാധിക്കുന്നില്ല. അങ്ങനെ ടോഡ് അവിടെ കിടന്ന് അലക്സ് ടോഡിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവന്റെ വീട്ടിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയെങ്കിലും ടോഡ് മരിച്ചു കിടക്കുന്നതാണ് അവൻ കാണുന്നത്. ടോഡിന്റെ അച്ഛൻ അലക്സിനോട് പറയുന്നു തന്റെ മകൻ ആത്മഹത്യ ചെയ്തതാണ് എന്ന്. പക്ഷേ അലക്സ് അത് നിഷേധിക്കുന്നു. ഒരിക്കലും ടോഡ് അങ്ങനെ ചെയ്യുകയില്ല എന്ന് അവൻ ഉറപ്പിച്ചു പറയുന്നു. അതിനുശേഷം അലക്സ് നേരെ ക്ലെയറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യാത്രക്കാരിൽ ആകെ അവനെ വിശ്വസിച്ചത് ക്ലെയർ മാത്രമായിരുന്നു. അങ്ങനെ അവരിരുവരും ചേർന്ന് ടോഡിനെ ആട്ടോപ്സി ചെയ്ത ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു. ഡോക്ടർ ഉറപ്പിച്ചു പറയുന്നു ഇതൊരു ആത്മഹത്യ അല്ല
എന്ന്. കാരണം തന്റെ കഴുത്തിൽ കുടുങ്ങിയ സ്ട്രിങ് വലിച്ചു പൊട്ടിക്കുന്നതിനായി ശ്രമിച്ചതിന്റെ പാടുകൾ കഴുത്തിൽ കാണാമെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം കൂട്ടി വായിച്ചപ്പോൾ അലക്സിനും ക്ലെയറിനും ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ മരണം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയും നടന്നിരിക്കും. നമുക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഫ്ലൈറ്റിൽ നിന്നും രക്ഷപ്പെട്ടുവെങ്കിലും മരണത്തെ തങ്ങൾ തോൽപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമാകുന്നു. മരണം പല രൂപത്തിൽ തങ്ങളുടെ പിന്നിലുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ആ ഫ്ലൈറ്റിൽ നിന്നും രക്ഷപ്പെട്ടവരെല്ലാം ഒരു കോഫി ഷോപ്പിൽ വെച്ച് ഒത്തുചേരാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവരെല്ലാം അവിടേക്ക് വരുന്നു. പക്ഷെ അതിനിടയിൽ അവരുടെ മുന്നിൽ വെച്ച് തന്നെ അലക്സിന്റെ ഒരു ഫ്രണ്ട് ബസ് ഇടിച്ച് മരിച്ചതോടുകൂടി മരണത്തിൽ നിന്ന് തങ്ങൾക്കും രക്ഷയില്ല എന്നുള്ള കാര്യം അവർ ഉറപ്പിക്കുന്നു. ഇതിനൊക്കെ ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയ നമ്മുടെ അലക്സ് വാർത്ത കാണുന്നതിനിടയിൽ ആ പ്ലെയിൻ ക്രാഷിന്റെ ഒരു രേഖാചിത്രം കാണുന്നു. അതിലൂടെ പ്ലെയിൻ ക്രാഷ് ചെയ്തത് എങ്ങനെയാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ശേഷം ആ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും മറ്റു കാര്യങ്ങളും ശ്രദ്ധിച്ച ശേഷം ഓരോ ആൾക്കാരും മരിക്കുന്നതിന്റെ ക്രമം അവൻ നോക്കി മനസ്സിലാക്കുന്നു. അങ്ങനെ ആദ്യത്തേത് ടോഡിന്റെ ബ്രദറാണെന്നും പിന്നീട് ടോഡാണെന്നും മനസ്സിലാക്കുന്നു. ഇനി അടുത്തതായിട്ട് മരിക്കാൻ പോകുന്നത് നേരത്തെ അപമര്യാദയായി പെരുമാറിയ ആ ടീച്ചറാണെന്നും മനസ്സിലാക്കുന്നു. അങ്ങനെ ആ ടീച്ചറെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അലക്സ് ടീച്ചറുടെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ അലക്സ് വന്നിരിക്കുന്നത് തന്നെ കൊല്ലാൻ വേണ്ടിയാണെന്ന് പേടിച്ച ടീച്ചർ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുന്നു. അങ്ങനെ പോലീസ് അവിടെ എത്തി അലക്സിനെ പിടിച്ചുകൊണ്ടുപോവുകയും അവനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അലക്സ് നടന്ന കാര്യങ്ങളെല്ലാം പോലീസുകാരോട് തുറന്നു പറയുന്നു. പക്ഷേ അവരാരും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. തെളിവുകളൊന്നും ഇല്ലാത്തതിനാൽ ഏതായാലും അലക്സിനെ അവർ വിട്ടയക്കുന്നു. ഇപ്പോൾ നമ്മുടെ ടീച്ചറുടെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയോ? ടീച്ചർ ഒരു ചൂട് ചായ കുടിക്കാൻ തയ്യാറെടുക്കുകയാണ്. പെട്ടെന്ന് എന്തോ അതിൽ കണ്ടിട്ട് അത് മറിച്ച് കളയുകയും അതിൻ്റെ അകത്തേക്ക് ഐസ് ഇട്ട് വെള്ളം ഉണ്ടാക്കുകയും ചെയ്യുന്നു. നമുക്ക് തന്നെ അറിയാം, സയൻസ് ഒരു ചൂട് പാത്രത്തിലേക്ക് ഗ്ലാസ് ആണെങ്കിൽ ചൂട് ഗ്ലാസ്സിലേക്ക് പെട്ടെന്ന് തണുത്ത വെള്ളം ഒഴിച്ചാൽ ആ ഗ്ലാസ് പൊട്ടും, ശരിയല്ല? അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കുന്നു. ടീച്ചർ ആ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ കപ്പ് പൊട്ടി ആ കപ്പിലെ വെള്ളം ടീച്ചറുടെ കമ്പ്യൂട്ടറിനുള്ളിലേക്ക് മറിയുന്നു. കമ്പ്യൂട്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് തീപിടിക്കുകയും അവിടെ ഒരു വലിയ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ആ കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കുന്നു. അതിൽ നിന്നൊരു പീസ് നമ്മുടെ ടീച്ചറുടെ കഴുത്തിലേക്ക് തെറിച്ച് കുത്തിയിറങ്ങുന്നു. അങ്ങനെ ടീച്ചർ താഴെ വീണ് മുകളിലുള്ള ഒരു തുണി വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഈ ചോര തുടച്ചു കളയാനും കഴുത്ത് പൊത്തിപ്പിടിക്കാനും വേണ്ടിയിട്ടാവാം അത് എടുക്കാൻ ശ്രമിക്കുന്നത്. അതിനിടയിൽ ഈ തുണിയുടെ അടിയിലുണ്ടായിരുന്ന ഒരുപാട് കത്തി നേരെ താഴേക്ക് വീഴുന്നു. അതിലൊന്ന് നമ്മുടെ ടീച്ചറുടെ നെഞ്ചിൽ തന്നെ തറയ്ക്കുന്നു. നമ്മുടെ ടീച്ചറിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അലക്സ് അവിടെ കുതിച്ചെത്തി. അലക്സ് ടീച്ചറുടെ ശരീരത്തിൽ തറച്ചിരിക്കുന്ന ആ കത്തി വലിച്ചൂരാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിനിടയിൽ അവിടെ പെട്ടെന്നൊരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ കത്തി വലിച്ചൂരാൻ അലക്സിന് സാധിക്കുന്നില്ല. മാത്രവുമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയർ ഈ കത്തിയുടെ മുകളിലേക്ക് തന്നെ, അതായത് നമ്മുടെ ടീച്ചറുടെ മേലെ തറച്ചിരിക്കുന്ന കത്തിയിലേക്ക് തന്നെ വീണ് ടീച്ചർ അവിടെ കിടന്ന് മരിക്കുന്നു. ഇപ്പോൾ ടീച്ചറുടെ ആ കത്തിയുടെ മുകളിൽ അലക്സിന്റെ കൈയടയാളം പതിഞ്ഞിട്ടുണ്ട്. പേടിച്ചുപോയ അലക്സ് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. അലക്സ് ടീച്ചറുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ആ വിമാനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട മറ്റൊരു വ്യക്തി കൂടി കാണാനിടയാവുന്നു. അങ്ങനെ അയാൾ അലക്സിനെതിരെ പോലീസിൽ മൊഴി കൊടുക്കുന്നു. പോലീസ് അന്വേഷിച്ച് ക്ലെയറിന്റെ അടുത്തെത്തുന്നു. അലക്സ് എവിടെയാണെന്ന് ക്ലെയറിന് അറിയാമെങ്കിലും അത് പോലീസുകാരോട് അവൾ പറയുന്നില്ല. അതിനുശേഷം ക്ലെയർ കാർട്ടറിനെയും മറ്റു സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ട് അലക്സിന്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി അലക്സിനെയും കൂട്ടിയിട്ട് അവിടെ നിന്നും പുറപ്പെടുന്നു. കാറിൽ പോകുന്നതിനിടയിൽ അടുത്തത് ആരാണ് മരിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നു. അപ്പോൾ അലക്സ് പറയുന്നു, അടുത്ത ഊഴം കാർട്ടറിൻ്റെതാണ്. ഇത് കേട്ടപ്പോൾ കാർട്ടർ പറഞ്ഞു, ഇനി എന്തായാലും മരിക്കും, അതെന്നാൽ ഇപ്പം തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് കാറ് മാക്സിമം വേഗത്തിൽ ഓടിച്ചു പോകും. അവൻ ആ കാറ് ഒരു റെയിൽവേ ട്രാക്കിന്റെ മധ്യത്തിൽ കൊണ്ട് നിർത്തും. എല്ലാവരും കാറിൽ നിന്നിറങ്ങി കാർട്ടറോട് ദേഷ്യപ്പെടും. നിന്റെ തീരുമാനം മാറ്റണം, ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്ന് അവർ അവനോട് പറയുന്നു. പക്ഷേ കാർട്ടർ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. ഇതേ സമയം ഒരു ട്രെയിൻ അവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷമായപ്പോഴത്തേക്കും നമ്മുടെ കാർട്ടറിനും മരിക്കണമെന്നില്ല. അവൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് സാധിക്കുന്നില്ല. കാറിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വരാൻ ശ്രമിച്ചപ്പോഴും സീറ്റ് ബെൽറ്റിൽ കുടുങ്ങി അവൻ അവിടെ കിടക്കുകയാണ്. അങ്ങനെ കാർട്ടർ അവന്റെ മരണം ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ അത്ഭുതാവഹമായി നമ്മുടെ അലക്സ് കാർട്ടറിനെ അവിടെ നിന്നും രക്ഷിക്കുന്നു. അങ്ങനെ അവർ വീണ്ടും മരണത്തെ തോൽപ്പിക്കുന്നു. കാർട്ടർ രക്ഷപ്പെട്ടു. എന്നാലും ട്രെയിൻ വന്ന് കാറിൽ ഇടിക്കുന്നു. കാറ് പൊട്ടിച്ചിതറുകയും ചെയ്യുന്നു. അതിനിടയിൽ കാറിന്റെ ഒരു കഷ്ണം തെറിച്ച് വന്ന് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഫ്രണ്ടിന്റെ തല അറുത്തുകൊണ്ട് പോകുന്നു. അവിടെ വെച്ച് അവർ ഒരു സത്യം കൂടി മനസ്സിലാക്കുന്നു. ഏതെങ്കിലും ഒരാൾ മരണത്തിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ മറ്റൊരാളുടെ മരണമാണ് അടുക്കുന്നത് എന്ന്. അതായത് ആരാണോ അടുത്ത് മരിക്കേണ്ടത് അയാളുടെ സമയം കൂടുതൽ വേഗത്തിലാവുന്നു എന്ന് സാരം. അങ്ങനെ അടുത്ത നമ്പർ താനോ അല്ലെങ്കിൽ ക്ലെയറോ ആയിരിക്കുമെന്ന് അലക്സിന് ഉറപ്പായി. ശേഷം താനാണ് അടുത്ത നമ്പർ എന്ന് അലക്സിന് ബോധ്യപ്പെടുന്നു. അലക്സ് അവിടെ നിന്നും ഒരു വീട്ടിലേക്ക് കയറുന്നു. എന്നിട്ട് ആ മുറികൾക്ക് ചുറ്റും പ്ലാസ്റ്റർ ഉപയോഗിച്ച് ചുറ്റി വരിഞ്ഞ് കെട്ടുന്നു. അതിനുശേഷം മരണത്തിന്റെ ഓർഡർ ഒന്നുകൂടി പരിശോധിക്കുന്നു. അങ്ങനെ അലക്സിന് താനല്ല ക്ലെയർ ആണ് അടുത്ത വിക്ടിമെന്ന് മനസ്സിലാവുന്നു. പക്ഷേ ഈ സമയം കൊണ്ട് ക്ലെയർ എന്ത് ചെയ്തു എന്നറിയോ?
അലക്സിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അലക്സ് ഉള്ള സ്ഥലം പോലീസുകാരോട് പറഞ്ഞു കൊടുക്കുന്നു. ക്ലെയറിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന അലക്സ് ചെന്ന് പെടുന്നത് പോലീസുകാരുടെ മുന്നിലാണ്. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഓടി അവൻ ക്ലെയറിന്റെ വീട്ടിലെത്തിച്ചേരുന്നു. ഈ സമയത്ത് ക്ലെയറിന്റെ വീടിന് മുന്നിലുള്ള ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടിത്തെറിക്കുന്നു. ക്ലെയറിന്റെ പട്ടിക്കുഞ്ഞാവട്ടെ അതിൽ പെട്ടുപോവുകയും ചെയ്യുന്നു. ഇത് കണ്ട ക്ലെയർ അതിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അതിനിടയിൽ ക്ലെയറിന്റെ മേലേക്ക് ഒരു കമ്പിക്കഷ്ണം വീഴുന്നു. എന്തോ ഭാഗ്യത്തിന് അത് തെന്നി മാറുന്നു. അങ്ങനെ ക്ലെയർ തന്റെ ഡോഗിനെയും രക്ഷിച്ച് അവിടെ നിന്നും പോകാനൊരുങ്ങുന്നു. ഇതിനിടയിലാണ് ഈ പൊട്ടിയ കമ്പി നേരെ വെള്ളത്തിലേക്ക് വീഴുന്നത്. വെള്ളമാവട്ടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതിനുള്ളിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലെയർ ഒരു കാറിൽ കയറുന്നുണ്ട്. ആ കാറാവട്ടെ സ്റ്റാർട്ട് ആവുന്നില്ല. കാറിന്റെ ഡോറ് സ്റ്റക്കായതിനാൽ അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാനും സാധിക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ അലക്സ് അവിടെ കുതിച്ചെത്തിയിരുന്നു. അലക്സ് കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്രോൾ ഗൺ താഴെ വീണ് അതിലുള്ള പെട്രോൾ പൂർണ്ണമായും ഈ കാറിന്റെ അടുത്തേക്കും അതുപോലെ വൈദ്യുത ലൈനിന്റെ അടുത്തേക്കും പോകുന്നതാണ്. അപകടം മനസ്സിലാക്കിയ അലക്സ് ആ വൈദ്യുത കമ്പി അവിടെ നിന്നും എങ്ങനെയൊക്കെയോ നീക്കം ചെയ്യുന്നു. അപ്പോഴേക്കും നമ്മുടെ ക്ലെയർ കാറിൽ നിന്നും പുറത്തു ചാടിയിരുന്നു. ക്ലെയർ പുറത്തു ചാടിയ ഉടനെ ആ കാറ് പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ രണ്ടാം തവണയും നമ്മുടെ ക്ലെയർ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടതായി ആശ്വസിക്കുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. പിന്നീടുള്ള കാര്യങ്ങൾ നടക്കുന്നത് 6 മാസങ്ങൾക്ക് ശേഷമാണ്. ഇപ്പോൾ അലക്സും ക്ലെയറും കാർട്ടറും വീണ്ടും പാരീസിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അവിടെ എത്തിയ ശേഷം അവർ പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അലക്സ് പറഞ്ഞു, ഇപ്പോഴും മരണം നമ്മളെ വിട്ടു പോയിട്ടില്ല, അത് ഇപ്പോഴും നമ്മളെ പിന്തുടരുന്നുണ്ട് എന്ന്. അതിനിടയിലാണ് നമ്മുടെ പഴയ ഒരു പാട്ടില്ലേ ആ ഫ്ലൈറ്റിൽ വെച്ച് കേട്ടത്. ആ പാട്ട് വീണ്ടും കേൾക്കുന്നു. അതുമാത്രമല്ല വേറെയും കുറെ സൂചനകൾ അലക്സും കൂട്ടരും കാണുന്നു. പന്തികേട് തോന്നിയ അലക്സ് അവിടെ നിന്നും പോകാൻ ഒരുങ്ങുന്നു. അപ്പോൾ ഒരു ബസ് അലക്സിന്റെ നേരെ ചീറിയെടുത്ത് വരികയാണ്. അത് കണ്ട ക്ലെയർ നിലവിളിച്ചപ്പോൾ അലക്സ് പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. പക്ഷേ ആ ബസ് ചെന്നിടിക്കുന്നത് ഒരു ഇലക്ട്രിക് പോസ്റ്റിലാണ്. ആ പോസ്റ്റ് തെറിച്ച് ഒരു വലിയ ബോർഡിന് മുകളിൽ ഇടിക്കുന്നു. ആ ബോർഡ് അവിടെ നിന്നും അടർന്ന് താഴേക്ക് വീഴുന്നു. അത് നേരെ വരുന്നത് അലക്സിന്റെ മേലെയാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് കാർട്ടർ അവിടെ എത്തി അലക്സിനെ രക്ഷപ്പെടുത്തുന്നു. എന്നാൽ മറ്റൊരു ബോർഡ് കാർട്ടറിന് നേരെ വരുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമ